ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ ആ ഒരു ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഫണ്ടമെന്റൽസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബൈനറി കൺവേർഷൻസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമ്മളൊരു ബൈനറി നമ്പറിനെ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബൈനറി നമ്പർ ഇപ്പോൾ ഡെസിമലിലോട്ടും ഡെസിമലിനെ ബൈനറിയിലോട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കേണ്ടത് ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞല്ലോ അവിടെ നമ്മുടെ ഡെസിമൽ നമ്പറിന്റെ കൺവേർഷൻ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ നമ്മളവിടെ ചെയ്തു. ഹെക്സാഡെസിമൽ അല്ല, ഡെസിമൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. ഓക്കെ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് നമ്മളവിടെ ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഒക്ടൽ നമ്പറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെസിമൽ മാത്രം പോരാ, ഡെസിമൽ ബൈനറി മാത്രം പോരാ, നമുക്കിവിടെ എന്ത് ചെയ്യണം, ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കിവിടെ കൺവേർട്ട് ചെയ്തതായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അവിടെ വരുന്നതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ നമുക്ക് അവിടെ ആദ്യം എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാം, ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, കൺഫ്യൂഷൻ ആക്കണ്ട, ഇവിടെ എഴുതരാം. ദാറ്റ് ഈസ് ഡെസിമൽ ടു, നമുക്കിനി വേണ്ടത് ഡെസിമൽ ടു ഒക്ടൽ വേണം, അതുപോലെ തന്നെ ഡെസിമൽ ടു ഹെക്സാ ഡെസിമലും വേണം. ഓക്കെ, നമ്മൾ ബാക്കി ബൈനറി കൺവേർഷൻസ് നമ്മൾ അവിടെ ചെയ്തു. ഓക്കെ, പോയിന്റ് വരുന്നത് പോയിന്റ് വരാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു. സോ ആദ്യം നോക്കുന്നത് ഏതാണ്, ഡെസിമൽ ടു ഒക്ടൽ നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു തന്നിട്ടുള്ള നമ്പർ 99 എന്ന് പറയുന്ന നമ്പറാണ്. സോ ഈ 99 എന്ത് ചെയ്യണം, ഒക്ടലിലോട്ട് മാറ്റണം. അപ്പോൾ 99 എന്ന് പറയുന്നത് ബേസ് 10 ആണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഡെസിമൽ നമ്പർ. ഇക്വലന്റിലുള്ള ഒക്ടൽ നമ്പർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ബേസ് 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പർ സിസ്റ്റത്തെ മറ്റൊരു നമ്പർ സിസ്റ്റത്തോട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് നമ്മൾ അവിടെ എന്തിനാ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു നമ്പർ സിസ്റ്റത്തെ മറ്റൊരു നമ്പർ സിസ്റ്റത്തോട് മാറ്റണമെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്ടലിലോട്ടാണ് മാറ്റേണ്ടത്, ഡെസിമലിനെ. നമുക്ക് ഒക്ടലിന്റെ ബേസ് അറിയാം, ഒക്ടലിന്റെ ബേസ് എത്രയാണ്, 8 ആണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള നമ്പറിന് എന്ത് ചെയ്യുക, നമ്മളവിടെ സക്സസീവ് ആയിട്ട് 8 കൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ഡിവിഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, സക്സസീവ് ആയി ഡിവിഷൻ പെർഫോം ചെയ്യണം. നമ്മൾ നേരത്തെ ബൈനറി നമ്പർ ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തു, 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. കാരണം ബൈനറി നമ്പർ നമുക്കറിയാം 2 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 നമ്മൾ എന്ത് ചെയ്തു, സക്സസീവ് ആയിട്ട് നമ്മൾ അവിടെ ഡിവിഷൻ പെർഫോം ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 2 പോലെ നമുക്ക് ഇവിടെ എന്താണ് 8 വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ഡിവിഷൻ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഓർമ്മ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, 1 ബൈ 1 ആയി നമ്മൾ എന്ത് ചെയ്യണം, 8 വെച്ച് നമ്മളവിടെ ഡിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 99 ആണ് നിൽക്കുന്നത്. സോ 99 എന്ത് ചെയ്യണം, ആദ്യം ഡിവൈഡ് ബൈ 8 ചെയ്യണം. ഓക്കെ, അപ്പോൾ 99 ബൈ 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ വരുന്ന 12. ഓക്കെ, 12 വരുന്നുണ്ട്. ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 12 വരും. ബാക്കി റിമൈൻഡർ നമുക്ക് 3 ആണ് വരുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പോൾ നമ്മളിവിടെ ബൈനറി നമ്പേഴ്സ് കൺവേർഷൻ, ബൈനറി ടു ഡെസിമലും ഡെസിമൽ ടു ബൈനറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്കിനി ബാക്കിയുള്ള കൺവേർഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. സോ നമുക്കിനി ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. സോ ആദ്യത്തെ ഒരു സെക്ഷനിൽ നമുക്കവിടെ നമ്മുടെ ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഒക്ടലിലോട്ട് മാറ്റാൻ പറ്റുമെന്ന് നമുക്കിവിടെ നോക്കാം. സോ ഡെസിമൽ ടു ഒക്ടൽ. ഓക്കെ, ടു ഒക്ടൽ. ഓക്കെ, ഡെസിമലിന് എങ്ങനെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ റാഡിക്സ് എന്ന് വെച്ചാൽ 8 ആണ്. സോ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ബൈനറി നമ്പർ ആയ സമയത്ത് ഡിവൈഡ് ബൈ 2 ചെയ്തു, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുന്നത് നമ്മുടെ 99 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ, ബേസ് 10 ആയിട്ടുള്ള ഒരു ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യണം, ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എത്രയാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, 99 അതുപോലെ എഴുതുക, അതിനുശേഷം ഡിവൈഡ് ബൈ 8 ചെയ്യുക. സോ 99 ഡിവൈഡ് ബൈ 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും, ഇവിടെ വരുന്ന റിസൾട്ട് നമുക്കിവിടെ 12 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 12 വരുന്നുണ്ട്. ഓക്കെ, 12 വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്കവിടെ 12 ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ വരുന്നത് 96 ആണ് വരുന്നത്. ഓക്കെ, 12 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 12 ഇൻറ്റു 8 ചെയ്യുന്ന സമയത്ത് എത്ര വരും, 96 വരും. ബാക്കി എത്ര വരുന്നുണ്ട്, നമുക്കവിടെ 3 വരുന്നുണ്ട്. ഓക്കെ, ബാലൻസ് എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ബാലൻസ് സൈഡിൽ എഴുതുക. ഓക്കെ, നേരത്തെ വന്ന പോലെ തന്നെയാണ് ബാലൻസ് അവിടെ സൈഡിൽ കൊടുക്കണം. അടുത്ത് എന്ത് ചെയ്യണം,
വീണ്ടും ഈ 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 12നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12/8. ഓക്കെ, 12/8 എത്ര കിട്ടും? നമുക്കവിടെ 1 എന്നാണ് വരുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യമല്ലേ വരത്തുള്ളൂ. ബാക്കി 4 ആഡ് ചെയ്യണം. ഓക്കെ, ഒരു പ്രാവശ്യം 1 8 8 2 8 16 ആയി പോകും, പറ്റത്തില്ല. സോ ഒരു തവണ ബാക്കി 4 ആഡ് ചെയ്യണം. സോ ബാലൻസ് നമുക്ക് 4 വന്നു. ഇനി ഇവിടെ 1/8 നമുക്ക് അവിടെ 0 കൊടുക്കാം. 0 × 8 അത് വരും 1 വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ആ 1 അതുപോലെ ഇവിടെ കൊടുക്കാം. ഓക്കെ, 1 × 8 ആണ് 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ താഴേന്ന് മുകളിലോട്ട് എന്ത് ചെയ്യാം? നമ്മളവിടെ എടുക്കുക. ആഡ് ചെയ്യേണ്ട, എന്ത് ചെയ്യണം? എഴുതിയെടുക്കുക. നമ്മൾ നേരത്തെ എഴുതിയ പോലെ താഴേന്ന് മുകളിലോട്ട് എന്ത് ചെയ്യുക? അവിടെ എഴുതുക. അപ്പോൾ 99 എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 143 ആണ്. ഓക്കെ, 1 4 3 ബേസ് 8 ആണ് എന്ത് പറയുന്നത്? അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം ഓർക്കുന്നുണ്ട് എന്താണെന്ന്? നമുക്ക് അവിടെ എത്ര വരും? 0 മുതൽ 7 വരെ എന്ത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 256. ഓക്കെ, 256 എന്നുള്ള നമ്പറിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുവാണ്. സോ ഡിവൈഡ് ബൈ 8 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 256/8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വരും? 32 ആണ് വരുന്നത്. ഓക്കെ, 32 വരും. 256/8 32. സോ ബാലൻസ് ഒന്നുമില്ല, റിമൈൻഡർ ഒന്നുമില്ല. സോ എന്ത് ചെയ്യുക? 0 എന്ന് മെൻഷൻ ചെയ്യുക. 0 വരുന്നതുകൊണ്ട് ഞാൻ എഴുതാതിരിക്കല്ലേ. 0 എഴുതിയില്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, ലാസ്റ്റ് കൂട്ടി എഴുതാൻ നോക്കിയാൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? 0 അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി തന്നെ പോകണം. ഓക്കെ, 0 അവിടെ കറക്റ്റ് എന്ത് ചെയ്യുക? അവിടെ അതുകൊണ്ട് എഴുതി പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ റിമൈൻഡർ അവിടെ 0 ആണ്. ഇനി അടുത്ത 32 എന്ത് ചെയ്യണം? 32 അവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 × 8 ആണ് 32 എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും. ഇത്തവണ ഈ റിമൈൻഡർ എന്ത് തന്നെയാണ്? റിമൈൻഡർ അവിടെ 0 തന്നെയാണ്. ഓക്കെ, റിമൈൻഡർ അവിടെ 0. 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4/8 എന്ത് വരും? അവിടെ 0 ആയിരിക്കും. 4 തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, 4 തന്നെയാണ്. പിന്നെ നമുക്ക് ഡിവിഷൻ പോസിബിൾ അല്ല പിന്നെ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? താഴേന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. സോ 256 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എത്രയാണ്? 400 ബേസ് 8 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഒക്ടൽ നമ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? സോറി, ഒരു ഡെസിമൽ നമ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഒക്ടൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണെങ്കിലും എന്ത് ചെയ്യുക? സക്സസീവ് ആയിട്ട് അവിടെ ഡിവിഷൻ ചെയ്യുക. അതിന്റെ ബേസ് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ബേസ് കൊണ്ട് സക്സസീവ് ആയിട്ട് എന്ത് ചെയ്യുക? ഡിവിഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺവേർഷൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണം മനസ്സിലായല്ലോ. നിങ്ങൾ 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ടെക്സ്റ്റ് എക്സാമ്പിൾ തന്നെ പറഞ്ഞു തന്നെ. നിങ്ങൾ 1-2 നമ്പേഴ്സ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ വല്ല കൺഫ്യൂഷൻ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. പറഞ്ഞുതരാം, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒക്ടലിനെ എന്തിലോട്ട് മാറ്റുക? ഒക്ടൽ ടു ഡെസിമൽ. ഓക്കെ, ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത് എന്തായിരുന്നു? ഒക്ടൽ നമുക്കൊരു ഡെസിമൽ നമ്പർ ഉണ്ടായിരുന്നു, 99 എന്നൊരു ഡെസിമൽ നമ്പർ ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്തിലോട്ട് മാറ്റി? ആ ഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഒക്ടൽ നമ്പറിനെ ബേസ് 8 ആയിട്ടുള്ള ഒക്ടൽ നമ്പറിനെ ഡെസിമലിലോട്ട് എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർഷൻ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ 400. ഓക്കെ, ഈ എഴുത്ത് നമുക്ക് തിരിച്ചെടുത്ത് നോക്കാം. 400 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ ഞാൻ എന്ത് ചെയ്യാണ്? അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. ബേസ് 8 എന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ബൈനറി എഴുതുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 110യും 001 കൊടുക്കുന്നുണ്ട്. ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം എഴുതുന്ന സമയത്ത് ബേസ് കറക്റ്റ് കൊടുക്കണം. ഓക്കെ, ഒരിക്കലും കൊടുക്കാതെ എഴുതല്ലേ, അത് നമുക്ക് അവസാനം കൺഫ്യൂഷൻ ആവും. ഇനി ഇതാണോ, ഏതാണ് നമ്മുടെ ഒക്ടൽ, ഏതാണ് ഹെക്സ് ആയി നമുക്ക് ഡൗട്ട് വരും. ഹെക്സ് അല്ല ഡെസിമൽ ഏതാണ് ഒക്ടൽ ഡൗട്ട് വരും. സോ അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിക്കുക, ബേസ് എപ്പോഴും കൊടുത്തിരിക്കണം. ഓക്കെ, എക്സാമിനേഷൻ ബേസ് ഇല്ലെങ്കിൽ ഒരു മാർക്ക് തരത്തില്ല, അതനുസരിച്ച് മാർക്ക് അവിടെ കുറയ്ക്കും. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ എന്ത് ചെയ്തു? 2ന്റെ പവേഴ്സ് ആയിട്ട് എഴുതി. ഓക്കെ, 2ന്റെ പവേഴ്സ് ആയിട്ട് എഴുതി മൾട്ടിപ്ലൈ ചെയ്തെടുത്തു.
അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അത് നമ്മുടെ എന്തിനോട്ടാ? ടു ബൈനറി ടു ഡെസിമൽ, ബൈനറിയെ ഡെസിമലോട്ട് മാറ്റാൻ. ഓക്കെ, ബൈനറി ടു ഡെസിമലിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 2ന്റെ പവേഴ്സ് എടുത്തു. 2 raised to 0, 2 raised to 1, 2 raised to 2, ഇനി നമ്മളിവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് 8ആണ്. ഓക്കെ, ബേസ് 8ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്ടൽ നമ്പറിന് അതുപോലെ എഴുതുക. ഓക്കെ, ഒക്ടൽ നമ്പർ എഴുതുക, അത്യാവശ്യം സ്പേസ് വിട്ട് എഴുതുക. ഓക്കെ, 4 0 0. ഇനി നമ്മൾ അതിന്റെ പ്ലേസ് വാല്യൂസ് കൊടുക്കുക. പ്ലേസ് വാല്യൂ എത്രയാണ്? 8 raised to 0 ആദ്യം. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. നമ്മൾ സാധാരണ 8 raised to 1 എന്ന് എഴുതി തുടങ്ങും. അപ്പോൾ അത് ഒരു പ്ലേസ് വാല്യൂ മാറിയായിരിക്കും ആൻസേഴ്സ് വരുന്നത്. പിന്നെ അത് മിസ്റ്റേക്ക് ആയി പോകും. ഓക്കെ, പിന്നെ അടുത്ത് 8 raised to 1, 8 raised to 2. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 8ന്റെ സ്ക്വയർ എത്രയാണ്? 8 squares are 64. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ 0 അല്ലേ? അപ്പോൾ 0 into 8 raised to 0, അതവിടെ 0 ആയി പോകും. പ്ലസ് 8 raised to 1 into 0, അതും 0 ആയി പോകും. പ്ലസ് 8 square into 4, അപ്പോൾ 64 into 4. ഓക്കെ, എത്ര വരും? 256. ഓക്കെ, എത്ര വരുന്നുണ്ട്? 256. 256 to the base 10. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒക്ടൽ നമ്പറായ 400 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ഡെസിമൽ നമ്പറാണ് എത്ര എന്ന് പറയുന്നത്? 256. ഓക്കെ, ഇത് 400 എന്നേ വായിക്കാൻ പറ്റുള്ളൂ. 400 ഒന്നും വായിക്കരുത്, അല്ലെങ്കിൽ 400 വായിക്കരുത്. കാരണം 100ഉം 1000ഉം 10,000 ഒക്കെ വരുന്ന പ്ലേസ് ഒരു ആർക്കാ ഉള്ളത്? അത് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതെന്താന്ന് വായിക്കാം? 400 എന്ന് വായിക്കാം. ഓക്കെ, അത് നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റം ഒന്നിച്ച് കൂട്ടി വായിച്ചൊരിക്കലും ഉത്തരം പറയാൻ പാടില്ല. ഒക്ടൽ, ബൈനറി, അതൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റത്തില്ല. നമുക്ക് റീഡബിലിറ്റി ഉള്ള ഏത് മാത്രമാണ്? നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം മാത്രമാണ്. ഓക്കെ, മറ്റേ നമുക്ക് അവിടെ റീഡബിലിറ്റി ഇല്ല. കാരണം നമുക്ക് പ്ലേസ് വാല്യൂസ് അത് അല്ലാതെയല്ലേ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് പറ്റാത്തത്. ഓക്കെ, നമുക്ക് വേറൊരു നമ്പർ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന 386 എന്ന് പറയുന്ന ആ നമ്പറിനെ, ഓക്കെ, 386 എന്ന് പറയുന്ന ആ ഒരു ഒക്ടൽ നമ്പറിനെ എന്തിലോട്ട് മാറ്റുന്നു? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. 386. ഓക്കെ, 386. ദെൻ 8 raised to 0, 8 raised to 1, 8 raised to 2. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 raised to 0 into 6 വരും. 8 പ്ലസ് 8 സ്ക്വയർ ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് 8 raised to 0 എന്തായിട്ട്? 1 ആയിട്ട്. അപ്പോൾ 1 into 6. ഓക്കെ, 1 into 6. അടുത്ത് 8 raised to 1 80 തന്നെ. 8 64 വരും. ഓക്കെ, 8 സ്ക്വയറും 64 തന്നെ. 64 into 3 വരും. ഓക്കെ, 64 into 3 ഇത് ചെയ്യുന്ന സമയത്ത് 192 പ്ലസ് 64 പ്ലസ് 6. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു 262 ടു ദ ബേസ് 10. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 262 കിട്ടി. ഓക്കെ, നമുക്ക് 260 വായിക്കാം. നമ്മുടെ ഡെസിമൽ നമ്പർ തന്നെ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റീഡബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ എങ്ങനെ ഡെസിമലോട്ട് മാറ്റാൻ പറ്റും, അതുപോലെ ഡെസിമലിനെ എങ്ങനെ ഒക്ടലിലോട്ട് മാറ്റാൻ പറ്റുമെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ 2 raised to 3 ആണ് 8 എന്ന് പറയുന്നത്. ഓക്കെ, 2 raised to 3 ആണ് എന്ത്? 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 raised to 3 8 ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഓരോ ഇതിനെയും ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം. ഓക്കെ, എന്ത് ചെയ്യണം? ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ എടുക്കാനായിട്ട് അറിയണം. അപ്പോൾ നമുക്ക് അടുത്ത് ഇപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഒക്ടൽ ടു ഡെസിമൽ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒക്ടൽ ടു ബൈനറി. ഒക്ടലിനെ എങ്ങനെയാണ് ബൈനറിയിലോട്ട്
മാറ്റുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ബൈനറിയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം ഇവിടെ എഴുതുവാണ്. ഓക്കെ, 5, 3, 6 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ എഴുതി ടു ദ ബേസ് 8. ഓക്കെ, അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 5, 3, 6 എന്ന് എഴുതുക. അതിനുശേഷം 6ന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ബൈനറി നമ്പർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? 6ന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ബൈനറി നമ്പർ. അപ്പോൾ 6ന് ഇക്വലന്റ് ബൈനറി നമ്പർ നമുക്ക് ഒന്നുകിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇല്ലെങ്കിൽ സൈഡിൽ എഴുതി കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, പഠിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ആദ്യത്തെ 10 പഠിച്ചു വെച്ചാൽ നമുക്ക് വേറെ പ്രശ്നമില്ല. സോ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 110 ആണ്. ഓക്കെ, എത്രയാണ്? 110. അടുത്ത് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 011 ആണ്. 5 എന്ന് പറയുമ്പോൾ 101 ആണ്. ഓക്കെ, അപ്പോൾ 3 ബിറ്റ് നമ്പേഴ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു 5, 3, 6 എന്ന് പറയുന്ന ബേസ് 8 ഉള്ള നമ്മുടെ ബേസ് 8 വരുന്നതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എത്രയാണ്? 101. നമുക്ക് അല്പം സ്പേസ് ഇട്ട് എഴുതാം കേട്ടോ. 011 110. ഓക്കെ, ഒന്നിച്ച് കൂട്ടി എഴുതുന്നില്ല, സ്പേസ് ഇട്ട് എഴുതുന്നത് നല്ലത് അവിടെ. കാരണം ഓരോ ഡിജിറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? അവിടെ സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര നമ്പേഴ്സ് വരുന്നുണ്ടോ അത്രയും നമ്പേഴ്സ് എന്ത് ചെയ്യണം? നമ്മളിവിടെ ആ ബൈനറി നമ്പർ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് നമ്മളവിടെ എഴുതണം. മറ്റൊരു എക്സാമ്പിൾ 6, 2, 3, 1. ഓക്കെ, ടു ദ ബേസ് 8. അപ്പോൾ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? ഓക്കെ, ബൈനറി ബേസ് 2 ആണ്. എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ 6, 2, 3, 1. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ 001. ഓക്കെ, 001. 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 എന്ന് വെച്ചാൽ 010 ആണ്. ഓക്കെ, 010. ഇത് 011 ആണ്. ഇത് 110 എന്ന് കിട്ടും. ഓക്കെ, 110. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ദറ്റ് ഈസ് 110 010 011 001. ഓക്കെ, ടു ദ ബേസ് 2. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള എന്താ ബൈനറി കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ നമുക്ക് എക്സാമിനേഷന് പോയി കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരെ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ പ്രാവശ്യം നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഒക്ടൽ നമ്പർ എഴുതുക. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഡിജിറ്റും ഓക്കെ ബിറ്റ് ബൈ ബിറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് ബൈ ഡിജിറ്റ് നമ്മളവിടെ നോക്കുവാണ്. ഓരോ ഡിജിറ്റും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്പെസിഫിക് ആയിട്ട് നോക്കണം. ഓക്കെ, ഓരോ ഡിജിറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. ഏതിനു ശേഷം എന്ത് ചെയ്യും? നമ്മളവിടെ മാറ്റി എഴുതുവാണ്. ഇനി പിന്നെ ഒരുപാട് നമ്പേഴ്സ് ഒക്കെ വരുന്നെങ്കിൽ അവിടെ അടുപ്പിച്ച് എഴുതിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് കാണിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ എഴുതാം. ഇല്ല ഒന്നിച്ച് എഴുതെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നിച്ച് എഴുതാം. നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂ നമ്മുടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനിപ്പോൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനവിടെ സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഞാൻ ഡെസിമലിലോട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ വിചാരിക്കും ഇനി അത് നമ്മൾ എടുത്ത് വരുമ്പോൾ 6, 2, 3, 1 തന്നെ കിട്ടുമെന്ന്. കാരണം അത് ഒക്ടലാണ്, ഡെസിമൽ അല്ല. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വലന്റ് ഡെസിമൽ വേറെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം ഏതാണെന്ന്. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ എക്സാമിനേഷൻ അവർക്ക് എല്ലാം കൂടി വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒക്ടലും ബൈനറി അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, എക്സാമ്പിൾസ് സാധാരണ ഏതെങ്കിലും നമ്പർ എടുത്ത് നോക്കിയാൽ മതി. ആൻസർ കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഓക്കെ, അതിനകത്ത് ഒരുപാട് കൺവേർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാൽക്കുലേറ്റേഴ്സിൽ ചിലതിൽ ചെയ്യേണ്ട ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് കോളേജ് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന 82 MS ആണ്. 82 MS ഉം 92 MS ഉം യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. ചില കാൽക്കുലേറ്റേഴ്സിൽ പെട്ടെന്ന് നമുക്കൊരു കൺവേർഷൻ പോസിബിൾ ആണ്, സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത്? ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം ആയിട്ടുണ്ട്. ഏതാണ്? ഒക്ടൽ ടു ബൈനറി. ഒക്ടൽ ടു ബൈനറി. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈനറി ടു ഒക്ടൽ ആണ്. ഓക്കെ, എന്താണ്? ബൈനറി ടു ഒക്ടൽ. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പറിനെ എങ്ങനെ നമുക്ക് ഒക്ടലിലോട്ട് മാറ്റാൻ പറ്റും എന്ന് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. ഓക്കെ, നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ 1 1 0 0 1 1 ടു ദ ബേസ് 2. ഓക്കെ, ഇതാണ് ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പർ. ഇത് എന്ത് ചെയ്യണം? തിരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുൻപ് എന്താണോ ചെയ്തത് അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ഒന്ന് ചിന്തിക്കുക. റിവേഴ്സ് ചിന്തിക്കുക മീൻസ്
നമ്മൾ അവിടെ എന്ത് ചെയ്തു, ഓരോ നമ്പേഴ്സ് നോക്കി അതിനെ ഓരോ 3 ബിറ്റ് നമ്പർ ആക്കി നമ്മൾ അവിടെ എഴുതി. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 എന്ന് എഴുതണമെങ്കിൽ അവിടെ 10 എന്ന് മാത്രം എഴുതിയാൽ മതി. 2 എന്ന് തന്നെ നമ്മുടെ ബൈനറി നമ്പറിൽ വായിക്കും. പക്ഷെ നമുക്ക് 3 ബിറ്റ് ആക്കുന്നതുകൊണ്ടാണ് ഫ്രണ്ടിൽ എന്ത് ചെയ്തത്, ഒരു 0 ആഡ് ചെയ്തത്. ഓക്കെ, ആവശ്യമില്ലാത്ത ഇടത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബിറ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സീറോസ് ആഡ് ചെയ്യണം. ഒരിക്കലും റൈറ്റ് സൈഡിൽ സീറോസിന്റെ എണ്ണം കൂട്ടല്ലേ. ഓക്കെ, അതവിടെ നമ്പേഴ്സ് ആയിട്ട് ഇതായിപ്പോ. സോ അതുകൊണ്ട് എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ സീറോസിന്റെ എണ്ണം എന്ത് ചെയ്യാവും, നമ്മളവിടെ ഇൻക്രീസ് ചെയ്യാവും. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു കേസിൽ നമ്മളിവിടെ ഓരോ നമ്പേഴ്സ് നോക്കി അതിനുശേഷം അവിടെ വന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ 3 ബിറ്റ് നമ്പേഴ്സ് നമ്മളവിടെ എഴുതി കൊടുത്തു. അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ 3 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, 3 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇനി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അഥവാ ഫ്രണ്ടിൽ ഏതെങ്കിലും നമ്പർ വന്നിട്ടില്ല എങ്കിൽ, ഓക്കെ, അഥവാ അവിടെ ഫ്രണ്ടിൽ മൂന്നാമതൊരു നമ്പർ ഇല്ല, 5 നമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ നമുക്ക് 6 എണ്ണം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യും, 2 ഗ്രൂപ്പ് ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ സൈഡിൽ ഒരു 0 കൂടി കൊടുത്താൽ മതി. മനസ്സിലായോ? ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ഒരു 0 കൂടി അവിടെ ആഡ് ചെയ്യുക. ചിലപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ 1 ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ വരത്തില്ല. അപ്പം അങ്ങനെ വരുന്നെങ്കിൽ ചിലപ്പോൾ 5 നമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ, ഓക്കെ, 5 എണ്ണം വരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഒരു 0 ആഡ് ചെയ്യുക. ഉത്തരം അവിടെ കറക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ എന്ത് ചെയ്യണം, തിരിച്ച് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി 011 എന്ന് വെച്ചാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ 3 വരുന്നുണ്ട്. ദെൻ 110 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും, ഈ ഒരു നമ്പറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ദാറ്റ് ഈസ് അവിടെ 63 ആണ്, ബേസ് 10. ഓക്കെ, സോറി, ബേസ് 10 അല്ല, ബേസ് 63 അല്ല, 63 ബേസ് 8. കേട്ടോ, കാരണം ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റാം, അത് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം. നമ്മളവിടെ ലാസ്റ്റ് ബേസ് അവിടെ 10 എഴുതി. ഇപ്പൊ എനിക്കത് മിസ്റ്റേക്ക് പറ്റിയതാ, ഞാൻ എന്ത് ചെയ്തു, 10 അവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് പറ്റാം, അവിടെ മിസ്റ്റേക്ക് പറ്റാം. നിങ്ങളുടെ 10 എഴുതും, ടീച്ചേഴ്സ് നോക്കിയിട്ട് അതുപോലെ ഇങ്ങനെ വെട്ടിത്തരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് എന്തെങ്കിലും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി വലിയ നമ്പർ കിട്ടിയാലോ, കുറച്ച് ലാർജ് നമ്പർ 100 010 ബേസ് 2 ഇതാണ് കിട്ടിയത്. എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് 0 ആഡ് ചെയ്യണമെങ്കിലും ലെഫ്റ്റ് സൈഡിൽ മാത്രമേ സീറോസ് ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, റൈറ്റ് സൈഡിൽ സീറോസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ സൈഡിൽ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 010 ആദ്യത്തെ 3 നമ്പർ ആയിട്ടുണ്ട്. അടുത്ത് 111 അടുത്ത നമ്പർ. ഓക്കെ, അടുത്തത് 111. ഓക്കെ, വീണ്ടും അടുത്തത് എന്താണ്, 100. മനസ്സിലായോ? ഇങ്ങനെ എന്ത് ചെയ്യുക, അവിടെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കറസ്പോണ്ടിങ് നമ്പർ 010 എന്ന് പറയുന്നത് 2 ആണ്. ഇത് 111 എന്ന് പറയുമ്പോൾ 7 ആണ്. ഓക്കെ, 7. ദെൻ ഇതും എന്ത് തന്നെയാണ്, 7 തന്നെയാണ്. ഈ 100 എന്ന് പറയുന്നത് എന്താണ്, അതവിടെ 4 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവിടെ എന്ത് ചെയ്തു, നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ആൻസേഴ്സ് എടുത്തത് ബേസ് 8 എന്ന് പറഞ്ഞ് കൊടുക്കുക. It is 4772 ബേസ് 8. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ കൺവേർട്ടിങ് എ ബൈനറി നമ്പർ ഡയറക്ട്ലി ടു എ ഒക്ടൽ നമ്പർ. ഓക്കെ, ഒരു ബൈനറി നമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് ഒക്ടലിലോട്ട് മാറ്റേണ്ട മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലേ, നമുക്ക് അടുത്തതിലോട്ട് പ്രൊസീഡ് ചെയ്യാം. അടുത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു കൺവേർഷൻ വരുന്നത്, നമ്മൾ ഡെസിമൽ നമ്പറിനെ ഹെക്സാ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഓക്കെ, ഡെസിമൽ എന്ത് ചെയ്യാം, ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ് അറിയാം. ഹെക്സാ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്ക് അവിടെ 60 നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 60 നമ്പേഴ്സ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ 60 നമ്പേഴ്സ് വരുന്നതിൽ ഏതൊക്കെയാണ് വരുന്നത്, അപ്പോൾ 1 മുതൽ 9 വരെ നമുക്ക് വരും. ഓക്കെ, 10 മുതൽ പിന്നെ എന്താണ് ABCD എന്ന് പറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെയും, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്കവിടെ 1 2 3 4 എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സോറി, ABCD എന്ന് വെച്ചാൽ ബാക്കി 10 മുതൽ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ,
0 മുതലാണ് കേട്ടോ, 1 മുതലല്ല, 0 മുതൽ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 9 വരെ ഓക്കെ ആണ്, സാധാ നമ്പേഴ്സ് ആണ് വരുന്നത്. ബാക്കി എ എന്ന് വെച്ചാൽ 10 ആണ്. അടുത്ത് ബി, സി, ഡി, ഇ, എഫ്. ഓക്കെ, എഫ് വരെ വരും. ടോട്ടലി അപ്പോൾ എന്ത് ചെയ്യുന്നത്, 16 നമ്പേഴ്സ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇതിൽ ബി 11 വരുന്നുണ്ട്, സി 12 വരുന്നുണ്ട്, 13, 14 ആൻഡ് 15. ഓക്കെ, ഇതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കൺവേർഷൻ നമുക്കിവിടെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രാക്ഷൻ പാർട്സും വരാം, ഇന്റഗ്രൽ പാർട്ടും വരാം. ഓക്കെ, ഇന്റിജർ പാർട്ടും വരാം, അവിടെ എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ പാർട്സും വരാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം കൺവേർഷൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്കസ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വന്ന് നമ്മുടെ ഒരു ഡെസിമൽ നമ്പറിന് ഡെസിമൽ ടു ഹെക്സൽ കൺവേർഷൻ 691 എന്ന് പറയുന്ന നമ്പറിന് ബേസ് 10. ഓക്കെ, 691 ബേസ് 10നെ നമ്മൾ ഇതിലോട്ട് മാറ്റുവാണ്, ഹെക്സായിലോട്ട് മാറ്റുവാണ്. ഓക്കെ, ഹെക്സ എന്ത് ചെയ്യണം, സക്സീവായിട്ട് എന്ത് ഡിവൈഡ് ചെയ്യും, അതിന്റെ ബേസ് ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കേൾക്കുന്ന സമയത്ത് ഒരു ബോറിംഗ് തോന്നാം. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, ഒന്ന് ഇത് ചെയ്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സിലാണ് കാര്യം പറഞ്ഞത്. ബോറിംഗ് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യും, നിർത്തിയിട്ട് റിലാക്സേഷൻ ചെയ്ത ശേഷം എടുത്ത് അടുത്ത കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്കത് പ്രോബ്ലം സെക്ഷൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത്, കൺവേർഷൻ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തോന്നാം. നമുക്കിപ്പോൾ വേറെ ഇല്ല ഈ ചാപ്റ്ററിൽ. ഓക്കെ, സാധാരണ നമുക്ക് ഡിജിറ്റൽ ഫണ്ടമെന്റൽസിനകത്ത് ഗേറ്റ് സർക്യൂട്ട്സും അങ്ങനെ ഒന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ അത് നമുക്ക് കൺവേർഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നുന്നത് കേട്ടോ. എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് പഠിച്ചാൽ എക്സാമിനേഷന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാം കൂടി കൺഫ്യൂസ് ആകുന്നു എന്ന് പറയല്ല. എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് നിങ്ങൾ പേപ്പറിൽ പ്രത്യേകിച്ച് എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഹെക്സാൻ ഡെസിമൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, ബേസ് 16 ആട്ടോ ഹെക്സയുടെ. അപ്പോൾ 691. ഓക്കെ, 691 എന്ന് പറയുന്ന നമ്പറിന് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 16, 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഓരോ പ്രാവശ്യം 16 വെച്ച് എന്ത് ചെയ്യണം, അവിടെ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 691 ബൈ 16 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് അവിടെ 43 വരും. ഓക്കെ, 43 വരുന്നുണ്ട്. ഈക്വൽ ടു 43. 43 കംപ്ലീറ്റ് ആവത്തില്ല, നമുക്കത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരത്തുള്ളൂ. ബാലൻസ് നമുക്ക് അവിടെ ഒരു 3 വരും. ഓക്കെ, അപ്പോൾ 43 ഇൻറ്റു 16. ഓക്കെ, 688 ആണ്. ഓക്കെ, നമുക്കവിടെ ബാലൻസ് 3 അല്ലേ. ഓക്കെ, അവിടെ 3 എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, 3 അവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ 43 ബാക്കി അവിടെ 3 ആണ് വരുന്നത്. അടുത്ത 43നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. 43 ബൈ 16. ഓക്കെ, കേട്ടോ, 43 ബൈ 16 എന്ന് പറയുന്നത് നമുക്ക് അവിടെ വന്നിട്ട് 16 ഇൻറ്റു 2 വരും. 16 ഇൻറ്റു 2 വരുന്നുണ്ട് 32. പിന്നെ അടുത്ത് 16 ഇൻറ്റു 3 പോകുന്ന സമയത്ത് 48 ആവില്ലേ, നമുക്ക് 43 അല്ലേ വേണ്ടത്. സോ അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ദറ്റ് ഈസ് 32 തന്നെ കൊടുക്കുക. 32 ബാക്കി എത്ര വരും, 11 അല്ലേ, ബാലൻസ് 11. പക്ഷേ 11 എന്ന് അവിടെ എഴുതാൻ, 11 എന്ന് എഴുതിക്കൊള്ളൂ. 11 എഴുതിയിട്ട് സൈഡിൽ മാർക്ക് ചെയ്യണം. 11 എന്ന് വെച്ചാൽ എന്താണ്, 11 എന്ന് വെച്ചാൽ അവിടെ ബി ആണ്. ഹെക്സയെ സംബന്ധിച്ച് അവിടെ 11 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്, ബി ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ അതവിടെ ബി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കണക്കാക്കും. ഓക്കെ, അതുകൊണ്ട് അവിടെ സൈഡിൽ ബി എന്നുകൂടി മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ബി എന്നവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 0 അടുപ്പിച്ചൊക്കെ എത്തി നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 32 വന്നു. 32 എഴുതുന്നുണ്ട് അവിടെ, നമ്മുടെ 2 അല്ലേ. ഓക്കെ, അതായത് 16 ഇൻറ്റു 2 32 വരും, പ്ലസ് 11 സമയത്ത് 43 കിട്ടും. ഓക്കെ, ആ മീനിങ്ങിൽ. നെക്സ്റ്റ് ചെയ്യേണ്ടത് 2/16. ഓക്കെ, 2/16. സോ 0. ബാക്കി നമുക്ക് എന്ത് കിട്ടും, ബാക്കി അവിടെ 0 കിട്ടും. ഓക്കെ, സോറി 2 കിട്ടും. ഓക്കെ, അപ്പോൾ താഴെ നമ്മളോട് എന്ത് ചെയ്യാം, അവിടെ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോൾ 2b3 എന്ന് കിട്ടും. ഓക്കെ, 2b3 ടു ദ ബേസ്
16. ഓക്കെ, ബേസ് അവിടെ 16 ആണ്. അപ്പോൾ 691 എന്ന് പറയുന്ന നമ്പറിന്റെ, ഓക്കെ, ഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ നമ്പർ എത്രയാണ്? 2B3 ആണ്. 2B3 ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾ ഡെസിമലിനെ ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, 691 നമ്പർ നമ്മൾ എന്ത് ചെയ്തു? 2B3 എന്ന് പറഞ്ഞ് മാറ്റി ടു ദ ബേസ് 16. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഡിജർ പാർട്ട്. ഓക്കെ, ഇൻഡിജർ പാർട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്ത്. ഓക്കെ, ഇൻഡിജർ പാർട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ പാർട്ട് നമ്മൾ നോക്കണം. ഫ്രാക്ഷൻ കൺവേർഷൻ. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പേഴ്സാണ്. കാരണം കമ്പ്യൂട്ടേഴ്സിനെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. നമുക്ക് ബൈനറി അത്രയും ചെയ്യാൻ പറ്റത്തില്ല. സോ ഹെക്സ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോ പ്രോസസർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഡെസിമൽ ടു ഹെക്സ പറഞ്ഞു. പക്ഷെ അത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിജർ മെത്തേഡ്. ഓക്കെ, ഇൻഡിജർ മെത്തേഡ് എന്നല്ല, ഇൻഡിജർ നമ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഫ്രാക്ഷണൽ പാർട്ട് വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷൻ മീൻസ് ഇപ്പോൾ പോയിന്റ് 6525. ഓക്കെ, 6525 ടു ദ ബേസ് 10. ഓക്കെ, ബേസ് 10 ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കണ്ടുപിടിക്കണം. സോ നമ്മളോട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സക്സീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 16 കൊണ്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക? സക്സീവായിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഞാൻ ആദ്യം ഇവിടെ 0, 6, 5, 2, 5 ഇൻറ്റു 16 ചെയ്യുവാണ്. ഓക്കെ, 16 കൊണ്ട് തന്നെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിനെ 0.6525 നമ്പറിനെ ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ, സോറി ഇൻറ്റു 10 അല്ല, ഇൻറ്റു 16. ഓക്കെ, ഇൻറ്റു 16 ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ 10 പോയിന്റ് സംതിങ് വരും. നമുക്കിങ്ങനെ 10.55 നോക്കി മാറ്റാം. ഓക്കെ, 10.5. അപ്പോൾ എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പിൽ? ഒന്ന് ഓർമ്മിച്ച് നോക്കി എന്താ ചെയ്തത്? അവിടുത്തെ ഡെസിമൽ പാർട്ട് വീണ്ടും എടുക്കും. അതായത് ഇൻഡിജർ പാർട്ട് അവിടെ വച്ചേക്കും. നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് അവിടെ എന്ത് ചെയ്യും? വീണ്ടും നോക്കും. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കിട്ടിയ നമ്മുടെ ഇൻഡിജർ പാർട്ട് എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 എന്ന് എഴുതാൻ പറ്റത്തില്ല, എന്ന് മാത്രമേ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്ന് തന്നെ കൊടുക്കുക. സോ ഇവിടെ വരുന്ന സമയത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0.5 അടുത്തുണ്ട്. 0.5 ഇൻറ്റു 60. ഓക്കെ, 0.5 ഇൻറ്റു 60 നമുക്കറിയാം. അതായത് 16ന്റെ പകുതി വരും, 8 വരും. ഓക്കെ, 8. 8 നമുക്ക് അതുപോലെ എഴുതാം. ഓക്കെ, 8 എഴുതാം. നമുക്കവിടെ 8 നമുക്ക് പ്രൊസീഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, അവിടെ നമുക്ക് 0 ആയല്ലോ. ഇവിടെ നമുക്ക് വേറെ നമ്പർ ഇല്ലല്ലോ, ഡെസിമൽ. അപ്പോൾ 0 ഇൻറ്റു ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇവിടുത്തെ നമ്മുടെ നമ്പറായ 0.6525 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രാക്ഷൻ വാല്യൂ, ഓക്കെ, ഹെക്സാഡെസിമൽ ഫ്രാക്ഷൻ വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ആസ് A8. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ A8 എന്ന് കൊടുത്താൽ എന്താണ്? അതിപ്പോൾ നമ്മൾ അടുത്ത 691 പറയുന്ന ആ ഒരു 0.6525 എന്ന നമ്പറിലുള്ള നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, ആ നമ്പറാണ് അവിടെ A8 എന്ന് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കൺവേർഷൻ. ഇനി നമ്മുടെ ഡെസിമലും ഫ്രാക്ഷനും ഒന്നിച്ച് വന്നാലോ? ഫോർ എക്സാമ്പിൾ 60.718. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് കഴിഞ്ഞാൽ, വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, വേറെ ഒന്നും ചെയ്യണ്ട. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 60ന് 60ന്റെ രീതിയിൽ കണ്ടുപിടിക്കുക. 0.7187 എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൺവേർഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 60 ഡിവൈഡ് ബൈ 16, 3/6, പിന്നെ അത് 0 ആയിട്ട് മാറും. ഓക്കെ, 3 വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആകത്തില്ലല്ലോ. നമുക്കത് എത്ര? 12 വരും. ഓക്കെ, 12. സോ 12 സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സി ഇതിവിടെ 0 ആണ്. സോ അതുകൊണ്ട് അത് 3 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടലി നമുക്കവിടെ 60 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ, ഓക്കെ, 60ന്റെ ഇക്വലന്റ് ഡെസിമൽ ഹെക്സാഡെസിമൽ എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് 3C എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 3C. ബേസ് എത്ര വരും? ബേസ് അവിടെ 16. ഓക്കെ, അടുത്ത നമ്മുടെ
ഫ്രാക്ഷൻ പാർട്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യണം ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മൾട്ടിപ്ലൈ ചെയ്യാം 0.7187 ഇൻറ്റു 16 ആൻസർ വന്നിട്ട് 11.5 ആണ്. അപ്പോൾ 11 നമ്മളിവിടെ മാർക്ക് ചെയ്യും. 11 അവിടെ ബി വാല്യൂ ആണ്. ഓക്കെ 11 എന്ന് വെച്ചാൽ അവിടെ ബി ആണ്. സോ അടുത്ത് 0.5 വീണ്ടും ഇവിടെ കൊടുക്കും. 0.5 ഇൻറ്റു സിക്കൽ ടു വരും 8 വരും. ഓക്കെ 8. ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് മാർക്ക് ചെയ്യണം കേട്ടോ, മുകളിൽ നിന്ന് താഴോട്ട്. സോ അതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിട്ടാം. എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇതിന്റെ വാല്യൂ. ഓക്കെ ഇത് ബേസ് 10 അല്ലേ? ഓക്കെ ബേസ് 10 ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര കിട്ടിയേ? 3c. ഓക്കെ 3c അതുപോലെ കൊടുക്കാം. ഓക്കെ 3c അതുപോലെ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം? 3c കൊടുത്തതിന് ശേഷം അവിടുത്തെ ഡെസിമൽ ഫ്രാക്ഷൻ പാർട്ട് എത്രയാണ് നോക്കുക. അത് വന്നിട്ട് എത്രയാണ് വരുന്നത്? B8 ആണ് വരുന്നത്. ഓക്കെ B8. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഓക്കെ ഹെക്സിമലിനെ എന്താ ഹെക്സാഡെസിമലിലോട്ട് നമ്മുടെ ഡെസിമൽ നമ്പറിനെ ഹെക്സയിലോട്ട് മാറ്റുന്ന കൺവേർഷൻ. ഓക്കെ ഇനി തിരിച്ചെടുക്കാമല്ലോ. നമുക്ക് ഹെക്സാഡെസിമലിനെ എന്ത് ചെയ്യുന്നു ഒന്ന് ശ്രദ്ധിച്ചേ. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഓക്കെ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഹെക്സാഡെസിമലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 3 6 ഓക്കെ ടു ദ ബേസ് 16. ഇതിനെ ഡെസിമലിൽ നമുക്ക് വായിക്കണം എത്രയാണ് എന്ന കേസ്. എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ദെൻ 16/0 ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബേസിന്റെ പവേഴ്സ് 16/1 16/2. ഓക്കെ അതെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1078 ബേസ് 10 1078 എന്ന് കിട്ടും. ഓക്കെ ടു ദ ബേസ് 10 നമ്മൾ എന്ത് ചെയ്യേണ്ട അവിടെ ഒപ്റ്റെയിൻ ചെയ്യേണ്ട കണ്ടോ. ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ നിങ്ങളത് നോക്കുക. ഇത് സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ വലിയ ടാസ്ക് ഒന്നും ഇല്ല. പവേഴ്സ് എഴുതുക. പവേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു ഡൗട്ട് വന്നാൽ ഇനി ഇതിൻ്റെ ഇടയിൽ സിഒ ഇഒ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അവിടെ വാല്യൂസ് അല്ല ഡാറ്റാസ് സി അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ് അതവിടെ കൊടുക്കുക. ഓക്കെ ഇപ്പോൾ ബി എന്ന് വരുവാണെങ്കിൽ അത് 11 കൊടുക്കുക, എ എന്ന് പറഞ്ഞാൽ അത് 10 കൊടുക്കുക. ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ എയുടെയും ബിയുടെയും വാല്യൂ അനുസരിച്ചിട്ട്. ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഇനി അടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഓക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിനി അടുത്ത് വരുന്ന വെച്ചാൽ അരിത്തമെറ്റിക് പ്രോസസ്സിംഗ്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ക്ലാസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇതിൽ പറയേണ്ടത് നമുക്കിപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഹെക്സാ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നറിയാവോ? തൊട്ട് മുൻപേ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ റൈസ് ടു 3 ആയതുകൊണ്ട് ഞാൻ 3 ബിറ്റ് നമ്പേഴ്സ് എഴുതുള്ളൂ. ഓക്കെ പക്ഷെ ഇവിടെ നമ്മുടെ ബേസ് നമുക്ക് 4 അല്ലേ? ഓക്കെ 2⁴ അല്ലേ 16 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 4 ബിറ്റ് നമ്പേഴ്സ് എടുക്കും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ A35 എന്ന് പറയുന്ന ഒരു നമ്പർ. ഓക്കെ ഇതിന്റെ ബൈനറി ഈക്വലൻസി കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. A35 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ സ്പ്ലിറ്റ് ചെയ്യുക. എക്ക് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കൂടി അവിടെ നമ്മൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ വച്ചിരിക്കുക. ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് വരുന്ന നമ്പേഴ്സ് ദാറ്റ് ഇസ് 1010 ടു ദ ബേസ് 2. 3 എന്ന് പറയുമ്പോൾ സാധാരണ 3ന് വേണ്ടി 2 ഒന്നിട്ട് കഴിഞ്ഞാൽ 3 എന്ന മീനിങ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 4 ബിറ്റ് നമ്പേഴ്സ് വേണം. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക? സീറോസ് ആഡ് ചെയ്യുക. 0 ടു ദ ബേസ് 2. ഓക്കെ അടുത്ത 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 ദാറ്റ് ഈസ് 0 1 0 1 ഓക്കെ ടു ദ ബേസ് 2. ഓക്കെ ഇനി നമ്മൾ കൺവേർഷൻസ് അവിടെ ചെയ്യുന്നത് ഈസി ആണല്ലോ. ഇതെന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് A35 ടു ദ ബേസ് 16 is equal to 10 10 0 0 0 1 10 1 0 1. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഏതാണോ തരുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആൻസേഴ്സ് എഴുതാനായിട്ട് ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബൈനറി ടു ഹെക്സായി നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊരു കാര്യം നമുക്ക് നോക്കേണ്ടത് ബൈനറിനെ എങ്ങനെ ഹെക്സായിലോട്ട് മാറ്റാൻ പറ്റും. ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ആദ്യം അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, ഡെസിമൽ നമ്പർ എത്രയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹെക്സാ ഡെസിമലിന്റെ കറക്ഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ബൈനറി കൺവേർഷനിൽ ഹെക്സാ ഡെസിമലിനോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിനെ ഹെക്സിലോട്ട് മാറ്റാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടുത്തെ ഡെസിമൽ കേസ് നമ്മൾ എന്തിനാ അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് എടുക്കുക. ഡെസിമൽ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഹെക്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൺവേർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ആ മെത്തേഡാണ് നമുക്ക് അവിടെ ഈസി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നമ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കലി നമുക്ക് ആ ഒരു ഡിജിറ്റൽ ഫണ്ടമെന്റൽസിൽ ആദ്യത്തെ ഒരു പാർട്ടിൽ പറയാനായിട്ട് വരുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ, അവിടെ നമുക്ക് അഡിഷൻ വരുന്നുണ്ട്, സബ്ട്രാക്ഷൻ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാത്തമെറ്റിക്സ് ആണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സെക്ഷൻ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു സെക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്കത് തീരത്തില്ല സ്റ്റാർട്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒരു 2-3 ക്ലാസ് കൂടി ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ട്രാൻസ്ഫറിൽ കുറച്ച് പോർഷൻസ് ഉണ്ട്, പിന്നെ അതിന്റെ പ്രോബ്ലം സെക്ഷൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ കറക്റ്റായിട്ട് ഒന്ന് നോക്കി വെച്ചിരിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൂടെ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.